നമ്മളെ ഇന്ത്യാഗ്രോ പ്രൊഡക്റ്റ് നമ്മൾ പുതിയ പ്ലാന്റേഷന് ഇപ്പോൾ നമ്മൾ പുതിയ കാപ്പിത്തൈകൾ വെച്ചതാണ് 2025 മെയ് 23. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വളർച്ചയും റിസൾട്ടും എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കലാണ്. നമ്മൾ ഈ ഒരു കൃഷി കൊണ്ട് എന്തെങ്കിലും സമ്പാദിക്കുക എന്നതല്ല, നമ്മുടെ പ്രൊഡക്റ്റുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിൻ്റെ റിസൾട്ട് നമ്മൾ നേരിട്ട് മനസ്സിലാക്കുക എന്നതാണ്. മൈ ലൈഫിൽ 1 മണിക്കൂർ ചിലവാക്കുന്നത് ഇവിടെ നമ്മൾ ഒരായുഷ്കാലം മുഴുവൻ ചിലവാക്കേണ്ടി വരും. അതാണല്ലോ നമ്മുടെ കമ്പനി. അപ്പോൾ എന്തായാലും ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഒരു കൃത്യമായ അവസ്ഥ എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നമ്മുടെ ഒലിഫ് അതുപോലെ MI സ്പ്രേ ഒക്കെ കൊടുത്ത് നമ്മളിതിൽ ഭാഗികമായിട്ട് നമ്മുടെ പ്രൊഡക്റ്റുകൾ കൊടുത്ത് പച്ചക്കറി കൃഷി നടത്തിയതാണ്. അപ്പോൾ അതിൽ പ്രധാനമായും കൈപ്പങ്ങയാണ്. അതിൻ്റെ ഒരു കാലാവധി കഴിഞ്ഞു. അത് 10-20 തവണ പറിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി കായ്കൾ കുറഞ്ഞു വരും. പിന്നെ ചെറുതാകുമ്പോൾ ലോഡ് കയറ്റി പോകില്ല. പിന്നെ പ്രദേശവാസികൾക്കൊന്നും ആവശ്യം ഉണ്ടാവില്ല, എല്ലാവരും അത്യാവശ്യം കൃഷി ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ ഇതിൽ പയർ അതുപോലെ പച്ചക്കറികളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ചിരങ്ങണ്ട അപ്പുറത്ത് അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും കായ് അതിലുണ്ട്. അപ്പോൾ നമ്മുടെ കാപ്പിത്തൈകൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വളർച്ച. അത് കണ്ട ചിരങ്ങ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റുകളുടെ റിസൾട്ട് ഓരോ കൃഷികളിലും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമല്ലോ. ആ ഭൂവസ്ത്രം ഇട്ട് കൊടുക്കുമ്പോൾ അതാണ് അതിൻ്റെ മുരട്ടിൽ ഇങ്ങനെ ഒരു 10 ഗ്രാം ഇട്ട് കൊടുക്കുകയാണ്. ഒന്നും ചെറിയ രീതിയിൽ മണ്ണിളക്കി കാടൊക്കെ ഒന്ന് നീക്കിയിട്ട് ഇത് പോയി സമയമായതുകൊണ്ട് ചെറിയ കളകൾ നല്ലവണ്ണമുണ്ട്. കളകൾ നീക്കിയിട്ടില്ലെങ്കിൽ ഏത് വളം കള കൊണ്ടുപോകും. അപ്പോൾ അതൊന്നും ഇങ്ങനെ വല്ല കൈ കൊണ്ട് നീക്കി, നമ്മളെ പണിക്കാരൻ പിന്നെ നല്ല ഫാസ്റ്റാണ്, മൂപ്പർക്ക് കൈക്കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഭൂവസ്ത്രയും ഗ്രോ മാജിക്കും നമ്മൾ കൊടുക്കേണ്ടത്. ഇനി അതിൻ്റെ ഒരു വളർച്ച നമുക്ക് പിന്നീട് മനസ്സിലാക്കാം.